ശബരിമലയിലെ സ്വർണ്ണക്കള്ളയിൽ LDF സർക്കാർ നിയോഗിച്ച ഭരണസമിതി അംഗങ്ങളെ പ്രതികളാക്കി SIT FIR രജിസ്റ്റർ ചെയ്തു. അത് ഞാൻ നേരത്തെ പറഞ്ഞതാണല്ലോ. SIT ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അവരുടെ പ്രവർത്തനം നടക്കട്ടെ. അവരുടെ പ്രവർത്തനം നടന്ന് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഹൈക്കോടതിയുടെ മേൽനോട്ടത്തോടെയുള്ള അന്വേഷണമാണ് നടക്കുന്നത്. അപ്പോൾ ഒരു ആശങ്കയും വേണ്ടതില്ല. നല്ല അന്വേഷണം നടക്കും. ആ അന്വേഷണം നടന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുക. 2019 ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ LDF നിയോഗിച്ച സമിതിയാണ്. അവരെയൊക്കെ പ്രതികരിക്കണമെന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഈ അന്വേഷണം പൂർത്തിയാക്കുന്നതിനൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയപരമായ നടപടികളൊക്കെ ആലോചിക്കേണ്ടത്. കാരണം വലിയ അനാസ്ഥയല്ലേ ഇക്കാര്യത്തിൽ വന്നത്. അല്ല, അത് അന്വേഷണം കഴിഞ്ഞാലല്ലേ. അന്വേഷണം നടക്കട്ടെ. അന്വേഷണത്തിന് മുമ്പ് എന്തിനാണ് നമ്മൾ വിധി എഴുതാൻ പോകുന്നത്? അന്വേഷണം നടന്ന് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ വരട്ടെ. അതിനുശേഷം നമുക്ക് കാര്യങ്ങൾ ആലോചിക്കാം. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, അന്നത്തെ ഭരണസമിതിക്ക് ഇതിനകത്ത് പ്രേരണയും സമ്മർദ്ദവും ഉണ്ടായിട്ടുണ്ട്, അത് അന്വേഷിക്കണമെന്ന് ദേവസ്വം വിജിലൻസിന്റെ SP കൊടുത്ത റിപ്പോർട്ടിൽ തന്നെയുണ്ട്. ഇവിടെ എന്തോ പറയാൻ നോക്കിയല്ലോ. അല്ല, സർക്കാരല്ല ഇപ്പോൾ വിലയിരുത്തൽ പറയേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്ന ഒരു കമൻറ്റ് എൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത് ശരിയാണോ? നിങ്ങൾ തന്നെ അത് ചോദ്യം ചെയ്യില്ലേ? അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് ചോദ്യം പോയിട്ട് കാര്യമില്ല. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പറയാനാണല്ല. അതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം മാത്രമാണ് ഉറപ്പാക്കേണ്ടത്, അന്വേഷണം കൃത്യമായി നടക്കണം. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ അന്വേഷണത്തിൻ്റെ ശേഷം എന്താണോ ചെയ്യേണ്ടത് അത് നമുക്ക് തീരുമാനിക്കാം. ഞാൻ പറഞ്ഞല്ലോ കാര്യങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടന്നിട്ട് ആരൊക്കെയാണ് അന്വേഷണത്തിൻ്റെ ഭാഗമായി ബലം കണിഞ്ഞോ ബലം കണിയാതെയോ ജയിലിലേക്ക് പോകുന്നത് നമുക്ക് നോക്കാം. അതല്ലേ നല്ലത്. അതിനെന്തിനാണ് ഇത്ര ധൃതിപ്പെടുന്നത്? അല്ല, ഞാനീ പറഞ്ഞതിനപ്പുറം ഒന്നുമില്ല ആ ചോദ്യത്തിൽ. അല്ല, ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനുള്ള സംവിധാനം ഒരുക്കിയല്ലോ. ആ അന്വേഷണം നടക്കട്ടെ. അതിനുശേഷം കാര്യങ്ങൾ പറയാം. അതാണ് നല്ലത്.